ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. ഈ വീഡിയോ കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ. പഴയ വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ചധികം പഴയ വീഡിയോ ആണ്. ഓൾമോസ്റ്റ് 1 വർഷമായി ഈ വീഡിയോ വെട്ടം കാണാതെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നു. ഈ വീഡിയോ എടുത്തു കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് ഇത് കോപ്പിയൊക്കെ ചെയ്തിട്ടതിന് ശേഷം പിന്നെ ഇങ്ങനൊരു വീഡിയോ എടുത്തതിനെ പറ്റി സത്യത്തിൽ മറന്നുപോയി. ഇപ്പോൾ സ്റ്റോറേജ് ഒക്കെ ഫുൾ ആയതുകൊണ്ട് കുറേ വീഡിയോസ് ഡിലീറ്റ് ആക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തതിനെ പറ്റി നമുക്ക് ഓർമ്മ വന്നത്. ഇന്നാ പിന്നെ അടുത്ത വീഡിയോ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വേറെ ഒന്നും നോക്കിയില്ല, നേരെ എഡിറ്റ് ചെയ്ത് ഈ വീഡിയോ അപ്ലോഡിനിട്ടു. ഈ കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഇവിടെ കേരളപ്പിറവിയുടെ ഭാഗമായിട്ട് ജപ്പാനിലെ മലയാളി അസോസിയേഷൻ നമ്മുടെ സിംഗർ ബിജു നാരായണൻ സാറിനെ ജപ്പാനിലേക്ക് കൊണ്ടുവന്നിരുന്നു. യൂഷ്വലി അദ്ദേഹം വേറെ കൺട്രിയിലോട്ടൊക്കെ എന്തെങ്കിലും മ്യൂസിക് പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ ടീമിനായിട്ടാണ് പോകുന്നത്. ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കാനുള്ള മ്യൂസീഷ്യൻസിനൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസോ മ്യൂസീഷ്യൻസോ ആരും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഇവിടെ ജപ്പാനിലെ നരിറ്റ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്കാണ് വന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ കോറസ് പാടാൻ വേണ്ടിയിട്ട് ജപ്പാനിലുള്ള നമ്മളുടെ പരിചയത്തിലുള്ള സിംഗേഴ്സൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ കോറസ് പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാടാനുള്ളവരൊക്കെ കുറച്ച് നേരത്തെ പോയി. പ്രോഗ്രാം ഉച്ച കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മക്കളായിട്ട് ആ സമയത്ത് പോയില്ല. ഞാൻ പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെയാണ് പോയത്. പാടാനുള്ളവരൊക്കെ ഇന്ന് ചെന്നിട്ടാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹം പാടാനുള്ള പാട്ടുകളുടെയൊക്കെ കൂടെ കോറസ് പാടി നോക്കാൻ പോകുന്നത്. ചിന്ന പെണ്ണല്ല വണ്ണ പൂന്തോട്ടം. ഇത്രയും ലോങ് ജേർണി കഴിഞ്ഞ് നല്ല ടയേർഡായിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. പക്ഷെ നമുക്ക് സമയം കുറവായതുകൊണ്ട് നേരെ വന്ന് ഇവരുടെ കൂടെ ഒരു 2 പ്രാവശ്യമൊക്കെ ഇവർ പാട്ടൊക്കെ പാടാനുള്ളത് പാടി നോക്കി പ്രിപ്പയർ ചെയ്തതിന് ശേഷം നേരെ സ്റ്റേജിലേക്ക് കയറുമായിരുന്നു. ഒരിത്തിരി പോലും റെസ്റ്റ് എടുക്കാനുള്ള സമയമോ സാവകാശമോ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് റിഹേഴ്സലിന് ശേഷം ജപ്പാൻ മലയാളികളുടെ കുറച്ച് പ്രോഗ്രാംസ് അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. ആ ടൈം കൊണ്ട് അദ്ദേഹം പോയി ഫ്രഷ് ആയിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ അദ്ദേഹത്തിനെ കുറിച്ചൊരു ബ്രീഫ് ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇൻട്രോയിൽ ഇദ്ദേഹം മലയാള സിനിമയിൽ പാടിയ പാട്ടുകളുടെയൊക്കെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയോ ഫേമസ് ആയിട്ടുള്ള ഹിറ്റ് സോങ്സ് ആണ് ഇദ്ദേഹം പാടിയിരുന്നതെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ദാസേട്ടനാണ് പാടിയത് എന്ന് വിചാരിച്ച ചില പാട്ടുകൾ ഇദ്ദേഹമാണ് ശരിക്കും പാടിയെന്ന് കേട്ടപ്പോൾ അതൊരു സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ഇവിടെ ജപ്പാനിൽ വരുന്നത്. ജപ്പാൻ എന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ വീട്ടിൽ പറയായിരുന്നു ജപ്പാനും ചൈനയാണ് ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള 2 സ്ഥലങ്ങൾ. ദൈവം സഹായിച്ച ബാക്കി ഈ 2 സ്ഥലം ചൈന പോയിട്ടുണ്ട്, പക്ഷെ ജപ്പാനിൽ ഇതുവരെ വന്നിട്ടില്ല. ദൈവകൃപയാൽ മറ്റൊരുപാട് സ്ഥലങ്ങളിൽ പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എന്നെ ഈ പ്രോഗ്രാം ക്ഷണിച്ച് WMF-ന്റെ എല്ലാ ഓർഗനൈസേഴ്സിനോടും പ്രസിഡന്റ്, സെക്രട്ടറി എന്ന് വേണ്ട എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ബിജു, ഇവിടെ വന്ന് പരിചയപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഷാനി, ഒത്തിരി ആളുകൾ ഇനി പരിചയപ്പെടാൻ നടത്തുന്നു. എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ഇവിടെ വന്നിരുന്ന് പ്രോത്സാഹിപ്പിക്കാൻ പോകുന്ന നിങ്ങളെല്ലാവരോടും എൻ്റെ നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സോ മച്ച്. മുഖവരെയൊന്നും കൂടാതെ പ്രോഗ്രാമിലേക്ക് അടക്കുകയാണ്. സാധാരണ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമ്മൾ 8-10 പീസ് എങ്കിലും മിനിമം ഓർക്കസ്ട്ര ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ചില പരിമിതികളൊക്കെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് പാടുന്നത്. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുകയാണ്. ഓരോ പാട്ട് കഴിയുമ്പോഴും നിങ്ങളുടെ വിലയേറിയ ഊർജം, അതായത് കയ്യടിയുടെ കാര്യത്തിൽ യാതൊരു പിശുക്കും കാണിക്കരുതേ എന്നൊരു അഭ്യർത്ഥന എളിയ കലാകാരൻ പറ്റിയാണ്. നല്ലൊരു ഓഡിയൻസ് ഉണ്ടല്ലോ, ഒരു വാമപ്പെട്ട നില നമുക്ക് വേണ്ടി ആദ്യമാണ്. പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാണുള്ളത്? എല്ലാവർക്കും പാട്ട് കേൾക്കാൻ ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പാട്ടുകളൊന്ന് കേട്ടു നോക്കാം. കേരളം കേരളം
കേറി കദംബം പൂക്കും കേരളം കേരളി സദനമമിൻ കേരളം. നെക്സ്റ്റ് സോങ് ഞാനല്ല പാടുന്നത്, നമ്മൾ ഒരുമിച്ചാണ്. റെഡിയാണോ? ഓക്കെ ആണോ? അല്ലാതാണോ ആണെന്നാണോ? ആണ്. ലേഡീസ് ആണോ ഉഷാറാണ്? ആണെന്ന് നമ്മുടെ പവർ കാണിക്കോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സോങ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, അറിയാവുന്നൊരു പാട്ടാണ്, ആരും കേൾക്കാത്ത പാട്ടൊന്നുമല്ല എടുത്ത് പാടുന്നത്. പ്രത്യേകിച്ച് ജപ്പാനിലൊക്കെ നിങ്ങൾ ഇപ്പം പിന്നെ യൂട്യൂബൊക്കെ കിട്ടുന്നതുകൊണ്ട് എല്ലാ പാട്ടുകളെ കുറിച്ച് അറിയാം. എന്നാൽ പോലും ഈ സോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ പാട്ടാണ്. പ്രത്യേകിച്ച് 80കളിൽ കോളേജുകളിൽ വളരെയധികം തരംഗമായി മാറിയ ഒരു പാട്ടായിരുന്നു. റഹ്മാന്റെ സോങ്ങാണ്. എനിക്ക് ഒരു മധുരക്കിനാവിൻ പാടുന്ന അത് മതിയോ? എന്നാ പിന്നെ അത് തന്നെ പാടണം കൂടെ കേട്ടോ. റെഡി? ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങും ഉളമുള്ള പൂവിരിഞ്ഞു. പതിനായിരമാകകളായൊരു പൊൻവലനേ തേൻവന്നു ഞാൻ മലരേ തേൻവന്നു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങും ഉളമുള്ള പൂവിരിഞ്ഞു. പതിനായിരമാകകളായൊരു പൊൻവലനേ മലരേ ജലശേഖരം മയന മദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘമൊഴുകി വരും ചായൽ ഒരു ഞാൻ ശരിക്കും ബിജു നാരായണന്റെ ഗാനമേള എന്ന് കേട്ടപ്പോൾ അദ്ദേഹം വെറുതെ സ്റ്റേജിൽ നിന്ന് കുറേ പാട്ടുകൾ പാടി അങ്ങ് പോകും എന്നാണ് വിചാരിച്ചിരുന്നത്. സാധാരണ നമ്മൾ റിമി ടോമിയുടെ ഒക്കെ ഷോസ് ഒക്കെ കാണുമ്പോൾ അവർ ഓഡിയൻസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളൂടെയാണല്ലോ. അതുപോലെ ഇദ്ദേഹം പെർഫോം ചെയ്യുന്ന എനിക്ക് ഒട്ടും ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ധാരണ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം ഓഡിയൻസിൻ്റെ ഇടയിലൂടെയൊക്കെ ഇറങ്ങി അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തത്. നല്ല അടിപൊളി ഒരു സിംഗറും നല്ലൊരു പെർഫോമറും കൂടിയാണെന്നുള്ളത് ഈ പ്രോഗ്രാം കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. ശരിക്കും മലയാള സിനിമയിലെ ഗാനരംഗത്തൊന്നും ഇദ്ദേഹത്തിനൊന്നും വേണ്ടത്ര അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ തോന്നിയത്. ഇദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മൂവി ആയിട്ടുള്ള വെങ്കലത്തിലെ 10 വെളുപ്പിനെന്നുള്ള പാട്ട് കേട്ടാൽ മാത്രം മതിയല്ലേ.
हजारों सिजा काम कर गई चुप कर हंसी काम कर गई कर देगा हवा हमारा है हमारा खुशी बोलना है हम बच्चे അങ്ങനെ 2 മണിക്കൂറിലെ ഗംഭീരമായ ഗാനമേളയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രോഗ്രാമൊക്കെ അവസാനിച്ചു. ബാക്കിയുള്ളത് നമ്മുടെ മലയാളികളുടെ പ്രോഗ്രാമായിരുന്നു. സച്ചുവും ഫ്രണ്ട്സും അവതരിപ്പിച്ച ഒരു പ്രോഗ്രാമും ഇതിനിടയിൽ ഉണ്ടായിരുന്നു കേട്ടോ. പിച്ചളപ്പുകാവുകൾക്കുമപ്പുറം പവനത്രയും മുറുകി വീണുപോ പിച്ചളക്കുവിട്ടു വിഗ്രഹം കടമിത്ര വേഗം ഇന്നു മാഞ്ഞുപോ വീണുടഞ്ഞതാഴികക്കുടം ആരൊരുക്കി മാറിന്തോ വീണുടഞ്ഞതാഴികക്കുടം ആരൊരുക്കി മാറിന്തോ തീരങ്ങളിൽ തീർന്ന മൺപോരയിൽ തീയുറിയുന്നോ ആയിരം കൈകളും ആവണി കൈതലും ആരുപൊന്നാലയിൽ ചേർത്തു നിന്നും പിച്ചകപ്പുകാവുകൾക്കുമപ്പുറം പവനത്രയും മുറുകി വീണോ പിച്ചളക്കുടം വിട്ടു വില്ലകം വേഗം